മറ്റ് വേദിയിലും സദസ്സിലുമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ, പ്രവർത്തകരെ, ആസന്നമായ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമ്മുടെ 31ാം ഡിവിഷന്റെ ഓഫീസ് ഉദ്ഘാടന വേദിയിലാണ് നമ്മളെല്ലാവരും സംബന്ധിച്ചിട്ടുള്ളത്. ഏകദേശം 2 റൗണ്ട് ഞങ്ങൾ പൂർത്തിയാക്കി. നേരത്തെ ദിലീപ് സാറ് പറഞ്ഞതുപോലെ വ്യക്തിബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് നേരെ ഓപ്പോസിറ്റ് മത്സരിക്കുന്നത് കുടുംബത്തിൽ നിന്ന്. അതിലിപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിന് ഏതാണ്ട് ഒരു 150ഓളം വോട്ട് ഉള്ള ഒരു ഡിവിഷനാണിത്. ഈ 150 വോട്ടിൽ ഒരു 140ഓളം വോട്ടും കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ വീണ വോട്ടാണ്. ആ വോട്ടിൽ വലിയൊരു വിള്ളൽ എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 15 വർഷമായിട്ട് നമ്മൾ കയ്യിൽ വച്ചുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം 3 ടൈം നമ്മളുടെ കയ്യിൽ ഇരുന്ന ഒരു ഡിവിഷനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ഈ ഡിവിഷൻ നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ തിരിച്ചു വരില്ല. കാരണം ഈ ഡിവിഷന്റെ ഒരു കിടപ്പ് അങ്ങനെയാണ്. അപ്പൊ എനിക്ക് എന്നോടും ഇവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകരോടും പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്, സുഹൃത്തുക്കളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്. ഞാൻ നേരത്തെ നമ്മൾ മീറ്റിംഗ് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തെ നമ്മൾ രാഷ്ട്രീയമായിട്ട് കാണാം, ബന്ധങ്ങളെ ബന്ധങ്ങളായിട്ട്. നമുക്ക് അവരെ കാണുമ്പോൾ കൈ കൊടുക്കണതിനോ സംസാരിക്കണതിനോ ഒന്നിനും ഒരു കുഴപ്പമില്ല. നമ്മൾ അവരുടെ അടുത്ത് വോട്ട് ചോദിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ അടുത്ത് വോട്ട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ, ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പോകുന്ന വോട്ടുകളെ പുറത്തുനിന്ന് ഏത് രീതിയിൽ നമുക്ക് നമ്മുടെ കയ്യിലാക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലുള്ള നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടിയേക്കണത് എന്താണെന്ന് വെച്ചാൽ 2020 ഇല്ല. ജനാധിപത്യത്തെ നശിപ്പിക്കാൻ വന്നേക്കണ ഒരു പ്രസ്ഥാനമാണ് 2020. അതെന്തായാലും ഇവിടെ ഇല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വോട്ടൊക്കെ നമുക്ക് നമ്മുടേതായി മാറ്റാനായിട്ട് സാധിക്കും. അത് ശരിക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് പഠിച്ച് അത് നമ്മൾ മാർക്ക് ചെയ്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ ഡിവിഷൻ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പിന്നെ നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ ഡിവിഷൻ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ആരെങ്കിലും പിടിച്ചിട്ടാണെങ്കിലും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മൾ ഇതുവരെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതുപോലെ. അപ്പോൾ അത് എല്ലാവരും അത് മനസ്സിലാക്കിയിട്ട്, സാധാരണ നമ്മൾ പ്രവർത്തിച്ച രീതിയല്ല, സാധാരണ ഇലക്ഷനെ നേരിട്ട രീതിയല്ല ഈ പ്രാവശ്യം നമ്മുടെ മുമ്പിലുള്ളതെന്ന് എല്ലാവരും മനസ്സിലാക്കാം. പിന്നെ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാരിച്ച ഉത്തരവാദിത്വം തന്നേക്കണേ. ഇവിടുത്തെ വാർഡ് കമ്മിറ്റിയുടെ റിസ്കിലാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിനെ തന്നേക്കണത്. അത് പാർട്ടി അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇവിടുത്തെ വാർഡ് കമ്മിറ്റിക്ക് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബലം പിടിച്ച് മേടിച്ചൊരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അത് നമ്മളങ്ങനെ ഒരു ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബലം പിടിച്ചത് എന്താണെന്ന് വെച്ചാൽ 13 കൊല്ലമായിട്ട് അവർ ഇവിടുത്തെ ഈ 12ാം ഡിവിഷന്റെ ആശാവർക്കറായിരുന്നു. ഈ കൊറോണ സമയം എനിക്ക് വേണ്ടിയിട്ട് എന്നെ കാണാൻ വന്നതിൻ്റെ പേരിൽ ക്വാറന്റൈനിൽ പോയ ആളാണ് ഈ ആശാവർക്കർ. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള വാർഡിൽ ഒരാൾക്കും ഇവരെ കുറിച്ചിട്ട് ഒരു മോശം അഭിപ്രായമില്ല. എല്ലാവരും ഒരു പരിചിത മുഖമാണ്, ഒരാളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മൾ ഒരു ബന്ധമില്ലാത്ത ദിവ്യ പ്രമോദിനെ ജയിപ്പിച്ചെടുത്താണ് ഇവിടെ. അപ്പോൾ എന്തുകൊണ്ടും ദേവയാനീനെ ഇവിടുന്ന് ജയിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് 100% ഉറപ്പാണ്. നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജയിപ്പിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ആർക്കും ഒരു ഓവർ ആത്മവിശ്വാസം ആർക്കും വേണ്ട. പണിയെടുത്താലേ ജയിക്കാൻ പറ്റുള്ളൂ. ശരിക്കും പണിയെടുക്കണം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് നേതാക്കന്മാർക്ക്, ഇവരൊക്കെ എന്ന് വെച്ചാൽ പറഞ്ഞ പോലെ രാവും പാലുമില്ലാണ്ട് ഒരുപാട് മീറ്റിങ്ങുകൾ നമുക്കിവിടെ ഇച്ചിരി നേരം വൈകിയപ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസം. ദിലീപ് സാറൊക്കെ ആരാന്ന് വിചാരിച്ചിട്ടാ? സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ ചെറിയ ആളുകളൊന്നുമില്ല. നമുക്ക് പിന്നെ ഇവിടെ വന്നിട്ട് നിന്ന് പ്രസംഗിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നുള്ളൂ. അതുപോലെ ഒരാളെ ഇപ്പം ദിലീപ് സാറിൻ്റെ വില അറിയണമെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എന്നാലേ ദിലീപ് സാറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ ഈ മുനിസിപ്പാലിറ്റി ആയ കാലം മുതൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ഇപ്പോൾ ഈ 4 ടൈമിലും ദിലീപ് സാറാണ്. അപ്പോൾ അത് നമുക്ക് ഇച്ചിരി സമയം വൈകുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടാണ്. അവർ ഇത് നേരം വെളുക്കുമ്പോൾ മുതൽ അവരിങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത് നമ്മൾ പ്രിയയുടെ അടുത്താണെങ്കിലും നമുക്ക് പറയാനുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കാണാവുന്ന, അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കുറേ നേരം സംസാരിച്ചായിരുന്നു. മാക്സിമം നമ്മൾ ഓരോരുത്തരെയും കണ്ടിട്ട്, ഞാനിപ്പോൾ ഈ അന്നന്ന് വൈകുന്നേരം നമ്മൾ സ്ഥാനാർത്ഥിയുടെ അടുത്ത് നമ്മൾ അഭിപ്രായം ചോദിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ അഭിപ്രായം ചോദിക്കും. നമ്മളൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും സംശയമുള്ള
ഇപ്പൊ നമുക്ക് ഒരു ആരായിട്ട് സംസാരിക്കുമ്പോൾ അറിയാലോ നമുക്ക് കിട്ടോ ഇല്ല എന്നുള്ളത്. അപ്പൊ അത് നമുക്കത് അന്നന്ന് വൈകുന്നേരം നമ്മളുടെ പ്രവർത്തനങ്ങൾ അന്നന്ന് വിലയിരുത്തിയിട്ട് മുമ്പോട്ട് പോകണം. ഇവിടെ UDF ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയാലാണ് മുനിസിപ്പാലിറ്റിയിൽ മര്യാദക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്വാതന്ത്ര്യനെ അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് അപ്പുറത്തേക്ക് വലിച്ച് ഇവിടെ ഈ കളി അതിന്റെ കാരണം ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ടാണ്. നല്ല ഭരണം നല്ലതാണ്. നമ്മളുടെ കാഴ്ചപ്പാടിൽ ചില ആളുകൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ 48 സീറ്റ് ഉള്ളതിൽ ഒരു 10-30 സീറ്റ് കിട്ടി നമ്മൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല ഭരിക്കാനായിട്ട്. ഇതല്ല ഈ സ്വാതന്ത്ര്യം അങ്ങോട്ട് പോകും. അവനിക്ക് വൈസ് ചെയർമാൻ കിട്ടണം, മറ്റവനിക്ക് ചെയർമാൻ സ്ഥാനം കിട്ടണം, സ്റ്റാൻഡിങ് കമ്മിറ്റി കിട്ടണം. അപ്പൊ അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പണിയെടുത്താലേ നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഈ മറ്റേ ഉപാധിയും കൊണ്ടൊന്നും ഒരു കാര്യം നടക്കൂല. ഞങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല 2 റൗണ്ട് നമ്മൾ കഴിഞ്ഞ് ഒരു മിനിമം ഒരു 5 റൗണ്ടെങ്കിലും നമ്മൾ കയറണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യണം. അപ്പം അത് ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇവിടെ കൂടി എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി. സ്ഥാനാർത്ഥികൾക്ക് 2 പേർക്കും വിജയാശംസ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.